ആയിട്ടൊരു ഫോൺ വേണം. അപ്പം അന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ഏതാണ്ട് 8000 രൂപ വിലയുള്ളൊരു ഫോണാണ്. ഒരു സ്മാർട്ട് ഫോണാണ്, 8000 രൂപ വിലയുള്ളൊരു ഫോണാണ്. അപ്പം ഈ സ്ത്രീക്ക് വേണമെന്ന് പറയുന്ന ഫോണ് ഏതാണ്ട് 20,000 രൂപ വിലയുള്ള ഫോണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് ഇത്രയും വില കൂടിയ ഫോണാണ്, ചേച്ചിക്ക് ഇപ്പോൾ ജോലിയൊന്നും ആയില്ലല്ലോ, വന്ന് കയറിയല്ലോ, ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പുള്ളിക്കാർക്ക് ആ ഫോൺ മതി. അപ്പം ആ ഫോണിനുള്ള പൈസ കൊടുക്കാൻ പുള്ളിക്കാരുടെ ഇല്ല, അതിനുള്ള പൈസ ഞാനാണ് കൊടുക്കേണ്ടത്, അതാണ് പുള്ളിക്കാരുടെ ആവശ്യം. അപ്പം എൻ്റെ കയ്യിൽ കഷ്ടിച്ച് അത്രയും കാശുണ്ട്, കൊടുക്കാനുള്ള കാശുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, അടുത്ത മാസം മോന് ഞാൻ പൈസ തന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് അടുത്ത മാസം വേണ്ട, കാരണം ഇപ്പം നിങ്ങൾ ജോലിക്കിട്ട് വരുന്നേ ഉള്ളൂ, ചേച്ചിക്ക് ചിലപ്പോൾ അടുത്ത മാസം തരാൻ പറ്റണമെന്നില്ല, എനിക്ക് ഒരു മാസം കഴിഞ്ഞ് മതി. കാരണം എനിക്ക് 2 മാസം 3 മാസം കഴിയുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, എനിക്ക് ടിക്കറ്റും മറ്റു കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് ചേച്ചി എനിക്ക് പൈസ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ ഫോണൊക്കെ ഞങ്ങൾ മേടിച്ച് കൊടുത്ത് ചേച്ചി സന്തോഷത്തോടെ ഞങ്ങൾ ചായ കുടിച്ച് ചേച്ചി അങ്ങ് പോയി. 1 മാസം കഴിഞ്ഞു. 2ാമത്തെ മാസം പൈസ തരാമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല എനിക്ക് പൈസ എന്തോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അടുത്ത മാസത്തേക്ക് നോക്കി. അങ്ങനെ ഈ അടുത്ത മാസമുള്ളത് 1, 2, 3 മാസമായി. ഇങ്ങനെ ഞങ്ങൾ പോകുന്നതിന് തലേ മാസമായപ്പം ഞങ്ങൾ പിന്നെ അവസാനം മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു. ഞങ്ങൾ പറഞ്ഞ് പൈസ തന്നേ പറ്റത്തുള്ളൂ, പിന്നെ നിങ്ങളിങ്ങനെ. അപ്പോൾ പുള്ളിക്കാരി ഓരോ പ്രാവശ്യം പറയുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അനിയനെ ഗൾഫിലേക്ക് കൊണ്ടുവരണം, നാട്ടിലേക്ക് ലോണിന് പൈസ